ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തീരെ സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി വാഴക്കക്കറിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒരുപാട് ചേരുവകളും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചമ്മന്തി കൂടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു പപ്പടം ചമ്മന്തി. അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇനി മുതൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലത്തെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കറികൾ വെച്ചിട്ടുള്ള ഒരു നാടൻ ഊണായിരിക്കും. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 പച്ചവാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കറിക്ക് എടുക്കുന്ന പോലത്തെ വാഴക്ക. ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കണം. ഇതുപോലെയാണ് ഞാൻ പകുതിയാണ് തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കാൻ വേണ്ടി മുറിക്കുന്നുണ്ടല്ലോ, അത്രയ്ക്ക് ചെറുതല്ല. ഇതുപോലൊരു 2 കീറ് കൊടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. ഈ ഒരു കട്ടിയിൽ ഒരുപാട് കട്ടി കൂടുതലും വേണ്ട, കട്ടി കുറയും വേണ്ട. അപ്പോൾ അത്രയും വാഴക്ക നന്നായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവിനായിട്ട് ഈ ഒരു മുളക് പൊടി മാത്രമായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ, പച്ചമുളകൊന്നും എടുക്കുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി മസാലക്കറി പോലെയാണ് ചെയ്യുന്നത്, എന്നാൽ ഒരുപാടില്ലതാനും 2 ടീസ്പൂൺ മതിയാവും 2 വാഴക്കയിലേക്ക്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വാഴയ്ക്ക പെട്ടെന്ന് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർക്കണ്ട കേട്ടോ, ലാസ്റ്റ് ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. സാധാരണ വാഴയ്ക്കൊക്കെ വെന്ത് വരുന്ന ആ ഒരു സമയം തന്നെ മതിയാവും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. ചിലപ്പോൾ വെള്ളം വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് വാഴയ്ക്ക ആയതുകൊണ്ട് തന്നെ. ഇപ്പം നമ്മളെ വെള്ളം കുറച്ച് കുറവുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം കറി ഇത്ര ആയതിനു ശേഷം പിന്നെ ഒഴിക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് പോകും. വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വാഴക്കക്കറി ആവുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കറിയിൽ നമ്മൾ പുളി ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല, ഒരു ഇത്തിരി പുളി ഉള്ളതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഒരു ഇത്തിരി വാളംപുളി പിഴിഞ്ഞിട്ട് ഇത്തിരി നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ പീസ് വാഴക്ക എടുത്ത് നോക്കുന്ന സമയത്ത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കണം. നമുക്കിപ്പോൾ പാകത്തിനുള്ള വേവ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ ആദ്യം വളരെ കുറച്ചിരുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തൊഴിക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുന്ന സമയത്ത് ഒരു 4-5 ഒരു 6-7 എടുത്താലും കുഴപ്പമില്ല, ഒരു ഇത്തിരി ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, മൂപ്പിച്ചെടുക്കണം. ഉള്ളി ചെറുതായിട്ട് കളറ് മാറി വരുന്ന സമയത്ത് ഒരു 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് വറവായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്നുമില്ല, നമ്മൾ കറിയിലേക്ക് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്ത ഉടനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ. ഉള്ളിയുടെ കടുകിൻ്റെ ഒക്കെ നല്ലൊരു മണം കിട്ടും. ഇപ്പോൾ മൊത്തത്തിലൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വാഴക്കക്കറി എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്. പിന്നെ നമ്മൾ വാഴക്കയിൽ പുളിയൊക്കെ ചേർത്തിട്ട് ഉണക്കൽ മീനൊക്കെ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു കറി കുറേ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇതെന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുളിയൊന്നും ഇല്ലാതെ വേറൊരു ടേസ്റ്റിൽ വരുന്ന കറി. അപ്പോൾ ഈ ഒരു വാഴക്ക നന്നായിട്ട് ഉടച്ചതിന് ശേഷം കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് വറുക്കുന്നതിന് മുൻപ് തന്നെ ഒന്നങ്ങ് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അതായത് ഇപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല, തീരെ സമയമില്ലാത്ത ദിവസങ്ങൾ പെട്ടെന്നൊരു ലഞ്ചൊക്കെ റെഡിയാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. ഒരു ഉണക്കൽ മീൻ വറുത്തതോടെ സൈഡിൽ വെക്കുന്നുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പപ്പടം ചമ്മന്തി, അതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പുളിയൊന്നും ഇല്ലാത്ത കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് അച്ചാറും അതുപോലെ തന്നെ ഉപ്പിലിട്ടിട്ടുള്ള കാന്താരി മുളക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട, കിടിലൻ ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഊണ് എന്ന് പറയുന്നത്. ഇന്നലത്തെ നമ്മൾ ചമ്മന്തിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പപ്പടം ചമ്മന്തി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി മുതൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് നാടൻ ഊണായിരിക്കും. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്